ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ എക്സസൈസ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻസ്. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പരാബോളയുടെ ഫോക്കസ് 6,0യും ഡയറക്ട്രിക്സ് x=-6 ആണ്. പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം അല്ലേ. പരാബോളയുടെ ഫോക്കസ് എവിടെയാണ്? 6,0. 6,0 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ, പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസിലല്ലേ വരുള്ളൂ 6,0. അപ്പം തന്നെ മനസ്സിലായി ഡയറക്ട്രിക്സ് x=-6 ആണ്. പക്ഷെ അത് നോക്കാതെ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. എന്താണ്? ഫോക്കസ് പരാബോളയുടെ ഉള്ളിലാണ്. നമ്മളെ സിലബസിലുള്ള പരാബോള മുഴുവനും ഇങ്ങനെയാണല്ലോ. ഒറിജിനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒറിജിനെ വെർട്ടെക്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എല്ലാ പരാബോളസും ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഡയറക്ട്രിക്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാതിരിക്കാം. ഫോക്കസ് കിട്ടി അല്ലേ. നമുക്കറിയാം ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എ. അപ്പോൾ ഒറിജിനിൽ നിന്ന് 6,0 വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇത് ടൈപ്പ് 1 പരാബോളയാണ്. റൈറ്റ് സൈഡിലോട്ട് പോണ പരാബോള ടൈപ്പ് 1 പരാബോള. ഇക്വേഷൻ ഓഫ് ദ ടൈപ്പ് 1 പരാബോള ഓർമ്മയുണ്ടോ? y²=4ax ആണ്. മറന്നോ വരുത് കേട്ടോ. ടൈപ്പ് 1 ആണിത്. എയുടെ സ്ഥാനത്ത് 6 കൊടുക്കാമല്ലോ. എയുടെ സ്ഥാനത്ത് 6 കൊടുക്കുമ്പോൾ y² 4×6 അല്ലേ. 4×6 24. 24x വരും. ഇതാണ് പരാബോള. ഓക്കെ.